എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോഗൻവില്ലേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ബോഗൻവില്ലേൻ്റെ ഒരു സീസണാണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രൂണിങ് ചെയ്യുന്നത്, ഫ്ലവറിങ് ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോഗൻവില്ല കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു ഗാർഡൻ മാളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള ബോഗൻവില്ലയാണ്. ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത. ലീഫ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 2 കളറിലാണ് വരുന്നത്. ഒരു ഗ്രീൻ്റെ കൂടെ നമുക്ക് യെല്ലോ കളറും കൂടി നടുവിൽ മിക്സ് ആക്കിയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ബോഗൻവില്ലയൊക്കെ എങ്ങനെയാണ്, പല ടൈപ്പിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള അവൈലബിൾ ആണ്. അതിലിപ്പോൾ മെയിനായിട്ട് ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ലീഫിലുള്ള പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടപ്പോൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റി നട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റീപോട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പൂവ് നമ്മുടെ സാധാരണ ഉള്ള ഒരു പൂ തന്നെയാണ്. ലൈറ്റ് പിങ്ക് കളറിൽ ഒരു വൈറ്റ് ബഡ് നടുവിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു വലിയൊരു പാവത്തിലേക്ക് മാറ്റി നടാം. നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പോട്ടാണ്. കുറച്ച് വലിപ്പമുള്ള പോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാ ഗാർഡനിങ് സോയിലും കുറച്ച് മണ്ണിലും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ചെടിയൊന്ന് പിടിച്ച് 2 മാസമൊക്കെ ആയതിനു ശേഷം ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക. നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടിൽ കുറച്ചും കൂടി നിറച്ചതിന് ശേഷം നമുക്ക് ഒരു പോട്ടിൽ നിന്ന് ചെടി ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടി പോവാതെയൊക്കെ നോക്കണം. ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചറിയാൻ നന്നായിട്ട് വേരുകളൊക്കെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വേരുകളൊക്കെ ഉള്ള നല്ലൊരു പീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലോണം വേരുകളൊക്കെ വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള സ്റ്റെം തന്നെയാണ് ഈ ഒരു ബോഗൻവില്ലേൻ്റെത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ഫില്ല് ചെയ്തിട്ട് പോട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ചെടിയൊന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗത്തും കൂടി കുറച്ചും കൂടി നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും കാണാൻ നല്ല ഒരു ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ ഒരു പൂവ് ഓൾറെഡി ഭംഗിയുള്ള 2 കളറിൽ വരുന്നൊരു പൂവാണ്. അപ്പം ലീഫും കൂടി ഇങ്ങനെ 2 കളറിൽ വരുമ്പോൾ അപ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം, ബോഗൻവില്ലേൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഇപ്പോൾ ഞങ്ങൾ പല തവണയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടൊന്ന് കളക്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ ബാക്കി ഭാഗത്തും കൂടി ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് മണ്ണ്. അപ്പോൾ നമ്മൾ പോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ദിവസം കുറച്ച് തണൽ ഉള്ളതും വെയിലുള്ളതുമായ ഒരു ഏരിയയിൽ വെക്കാം. പിന്നെ നമുക്ക് വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാം. ബോഗൻവില്ലയ്ക്ക് നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. മിനിമം ഒരു 1.5 വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചെടികളൊക്കെ വാടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റിയൊക്കെ ബോഗൻവില്ല നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ബോഗൻവില്ല പറഞ്ഞാൽ 2 കളറിൽ വരുന്ന ബോഗൻവില്ലയാണ്. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഇത്. വൈറ്റും നല്ലൊരു റോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബോഗൻവില്ലയാണ്. പിന്നെ റോസ് മാത്രമുള്ള ബോഗൻവില്ല ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കളക്ഷൻസാണ്. ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ബോഗൻവില്ല ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ വരുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. ഇതൊക്കെ നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ബോഗൻവില്ലയാണ്. പക്ഷേ ഇതൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു ചെടി മതി നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ. ഇത് നമ്മുടെ വൈറ്റ് മാത്രമുള്ള ഒരു ബോഗൻവില്ലയാണ്. അതിൽ നിറച്ചും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല വെയിലും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ഭംഗിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായി കാണാം. ഇത് വേറൊരു ടൈപ്പ് ബോഗൻവില്ലയാണ്. ഇതിനും വൈറ്റ് പൂക്കൾ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.